ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് മലബാറിലാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് പഠിക്കാം. പച്ചരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അരച്ചെടുക്കുന്ന ആ ഒരു പരുവവും അതുപോലെ തന്നെ അത് ചുട്ടെടുക്കുമ്പോൾ ആ ഫ്ലെയിമിൻ്റെ ഒരു രീതി മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ നമുക്കിത് എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കണ്ട ഉള്ളെല്ലാം നല്ല ഹോളായിട്ട് നല്ല ആരെടുത്തത് പോലുള്ള നല്ല അപ്പമാണ് ഈ മുട്ടയപ്പം. പക്ഷേ മുട്ടയപ്പം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൽ മുട്ട ചേർക്കുന്നുണ്ടെന്ന്. എന്നാൽ ഇതിൽ മുട്ട പോലും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് പച്ചരി ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ഏകദേശം ഒരു 4 മുതൽ 6 മണിക്കൂർ നേരം വരെ നമുക്കൊന്ന് കുതിർത്തെടുത്താൽ മതി. അങ്ങനെ കുതിർത്തെടുത്ത പച്ചരിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിലെ ആ കുതിർക്കാനെടുത്ത വെള്ളം നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ഊറ്റിക്കളയാം. അതിനുശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 240 ml കപ്പാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് 1 കപ്പ് നിറച്ച് പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ കുതിർക്കാനായിട്ട് എടുത്തത്. അതിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പകുതി കപ്പ്, അര കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാൻ മട്ട അരിയുടെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് തീരെ കൂടി പോകരുത്. ഇച്ചിരി കുറഞ്ഞു പോയാലും പ്രശ്നമില്ല, കറി കൂട്ടിയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപ്പിടുക. ഇനി വെള്ളം, ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി അതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അര കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് എനിക്കിത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നത്. ഇനി ഇത് അരച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അത് റെസ്റ്റ് ചെയ്യാനോ ഫെർമെൻറ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. പേര് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ മുട്ടയപ്പം എന്തുകൊണ്ടാണ് പേര് വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ എല്ലാവരും മലബാറിൽ പറയുന്ന പേര് മുട്ടയപ്പം എന്നാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ മുട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. വളരെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി വലിയ കുഴിവുള്ള ചീനച്ചട്ടിയൊന്നും വേണ്ട. ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണയൊന്ന് ചൂടായി വരണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 സ്പൂൺ മാവ് അതിലേക്ക് എടുത്ത് ഒഴിക്കുക. മാവ് ഒഴിച്ച ഉടനെ ഫ്ലെയിം മീഡിയത്തിലും താഴോട്ടാക്കി വെച്ചിട്ട് ആ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് അതിലേക്ക് മാവ് എണ്ണയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അത് എണ്ണയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരും. കൂടെ തന്നെ ആ മാവ് അപ്പം പോലെ പൊങ്ങി വരും. നമ്മളെ പൂരിയൊക്കെ പൊങ്ങുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതുവരെ നമ്മൾ സ്പൂൺ ഇടരുത്. അത് പൊങ്ങി വന്ന് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സ്പൂണോ സ്പാറ്റിലയോ ഉപയോഗിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ ചാനൽ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ മുട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല വെള്ള കളറിലായിരിക്കും ഈ അപ്പം കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഉൾവശം ഞാൻ നേരത്തെ തുടങ്ങുമ്പോഴേ കാണിച്ചു തന്നിരുന്നല്ലോ, നല്ല ഉള്ളിൽ നല്ല പൊള്ളയായിരിക്കും. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നല്ല കട്ടിയുള്ള അപ്പമാണ്. തീരെ കനം കുറഞ്ഞ വളരെ സോഫ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഈ അപ്പം കഴിക്കുന്നത് നോൺ വെജ് കറികൾ കൂട്ടിയിട്ടാണ്. അവിടെ മലബാർ ഭാഗത്തുള്ളവർ നോൺ വെജ് കറികൾ, ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടിയിട്ടാണ് ഈ അപ്പം സാധാരണ കഴിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൽ പച്ചരിയും ചോറും ഉപ്പും ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ അരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ വെള്ളം ആ ഒരു കൃത്യ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. മാത്രമല്ല നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചാൽ. ഒട്ടും തരി കാണാൻ പാടില്ല അരിയുടെ. അപ്പോൾ അതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പിന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ സ്പാറ്റിലയോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഒഴിക്കാൻ. ഇനി എണ്ണയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ, എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം. ഒഴിച്ച് കഴിഞ്ഞ്
പിന്നെ നമ്മൾ സ്പൂൺ ഇടരുത്. ആ അപ്പം പൊങ്ങി വന്ന ശേഷം മാത്രമേ പിന്നെ അതിലേക്ക് നമ്മൾ സ്പൂണോ സ്പാറ്റിലയോ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഈ മുട്ടയപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.